ഹലോ കേസ് മോഹനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഷാരിനോട് സരയു തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ കാര്യം നോക്കുക, മനുവേട്ടൻ്റെ കാര്യം ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളുടെ കാര്യം ഓർത്ത് ഒട്ടും ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുമ്പം ഷാരി പറയാണ്, ഞാൻ എന്തായാലും ഒന്ന് അമ്പലത്തിൽ പോയി മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും സരി പറയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അച്ഛന് വേണ്ടി പോയി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോഴേക്കും ഷാരി ഒരു ദീർഘനിശ്വാസം വിട്ടിട്ട് പറയാം, പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി, നിനക്ക് നല്ലത് വരാനും അപ്പുറത്തുള്ളവർ മുടിഞ്ഞു പോകാനും, പക്ഷേ നടക്കുന്നതിന് നേരെ വിപരീതമാ എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടെ നിന്ന് പോവാം കേട്ടോ. ഷാരിയുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ സരയുനാകെ ഒരു കൺഫ്യൂഷനായിട്ടിങ്ങനെ അന്തം വിട്ട പോലെ നോക്കി നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്ന മനോഹറിനെയാണ് കേട്ടോ. മനോഹർ പുതിയ പെണ്ണിനെ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. അവിടെ ടോം എന്നുള്ള പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. എന്നിട്ട് പെണ്ണോട് പറയുന്നുണ്ട്, ദുബായ്ക്കാരനാണെന്നും എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്നും കല്യാണം ആലോചിക്കാം, 1 മാസത്തിലെ ലീവിനാണ് നാട്ടിലുള്ളതെന്നും അത് കഴിയുമ്പോൾ തിരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് സെറ്റാക്കി വെച്ചേക്കുവാണ്. അതേ സമയത്ത് ഷാരി അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മനോഹറിനെ കാണുവാണ് കേട്ടോ ഈ പെണ്ണിൻ്റെ കൂടെ. മനോഹർ ഈ പെണ്ണിനെ കെട്ടിപ്പിടിച്ചേക്കുന്ന കാണുമ്പോഴത്തേക്കും ഷാരിക്ക് അന്തം വിട്ട് നോക്കിയിരുന്ന് പോവുകയാണ് കേട്ടോ. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൻ ഇത്രക്കാരനായിരുന്നോ, ഇവൻ്റെ 5 സ്റ്റാർ ഹോട്ടലിലെ മീറ്റിംഗ് ഇതാണല്ലേ ഇവൻ്റെ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാറെടുത്ത് അവിടെ നിന്ന് അവർ പയ്യെ അങ്ങ് പോവുകയാണ്. പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഷാരി ഇങ്ങനെ പഴയ ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് പെട്ടെന്ന് പണ്ട് ജുബാനയുടെ അച്ഛൻ വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഷാരി ഓർക്കുന്നത്. അത് കഴിഞ്ഞ് ജുബാനയുടെ ബാപ്പേനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് വെച്ച് ജുബാനയുടെ ബാപ്പേനെ കാണുമ്പോഴേക്കും പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ബാപ്പ എന്ന് വിളിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ബാപ്പ തിരിഞ്ഞിട്ട് ഷാരിയോട് ചോദിക്കുകയാണ്, എന്ത് വേണം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജുബാനയുടെ ഹസ്ബൻഡ് ഇപ്പോൾ എവിടെയാണ്, എന്തെടുക്കുക എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജുബാനയുടെ അച്ഛൻ പറയുകയാണ്, എന്നെ കൊണ്ട് കൂടുതലൊന്നും അവനെ പറ്റി പറയിപ്പിക്കരുത്, എനിക്ക് പലതും പറയാനുണ്ട്, പക്ഷെ പറയരുതെന്നാണ് ഓർഡർ. എൻ്റെ കുടുംബക്കാരവനെ കാണാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുവാണ് കൊത്തിയരിയാൻ, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവനെ കൊത്തിയരിയാൻ ഇവിടെ അതിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഷാരി പറയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെളിച്ച് പറ ബാപ്പ, വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും ബാപ്പ പറയാണ്, പാലും തേനും എല്ലാം ഓരോരുത്തർക്ക് പയ്യെ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ ഡോണ, അവളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയതാണ്, അതെന്തായാലും മിന്നു കിട്ടുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാട്ടോ. ഇതൊക്കെ കേട്ട് ഷാരി ചിന്തിക്കുവാണ്, ഇതവൻ തന്നെയാണ് എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ പാപ്പ തിരിഞ്ഞിട്ട് പറയാണ്, അവൻ്റെ ശരിക്കുമുള്ള പേര് മൂന്നാർ മുരുകൻ എന്നാണ്, മൂന്നാർ അവന് പതിപ്പിച്ച് കൊടുത്തേക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിങ്ങനെ പറയുക കേട്ടോ. ഈ പാപ്പ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും മനോഹറിൻ്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായിട്ട് ഷാരി വണ്ടിയിൽ കയറിയിരുന്ന് പൊട്ടിക്കരയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന രായപ്പണ്ണനെയാണ്. രായപ്പണ്ണൻ വാക്ക് പറഞ്ഞ പോലെ ഒരു ഗുണ്ടേനെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവൻ ടീമായിട്ടാണ് കൊട്ടേഷൻ എടുക്കുന്നത്, പക്ഷേ ഇതൊരു ഒറ്റ ആളുടെ കാര്യമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ടീമിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് രായപ്പണ്ണൻ നമ്മുടെ പ്രകാശൻ ചോദിച്ച അഡ്വാൻസൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നീ തന്നെ നേരിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞ് പ്രകാശനാണെങ്കിൽ അഡ്വാൻസൊക്കെ കൊടുക്കുവാണ് കേട്ടോ ഗുണ്ടയ്ക്ക്. എന്നിട്ട് ഗുണ്ട പറയുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല, അടുത്ത കോടതി ഇതിലവർ വരുകയില്ല എന്നുറപ്പിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലക്ഷ്മി അമ്മ വിളിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും പ്രകാശം ഫോൺ എടുത്തിട്ട്, ലക്ഷ്മി പറ, എന്തായാലും ലക്ഷ്മി ടെൻഷനൊന്നും അടിക്കണ്ട, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുകയുള്ളൂ, അതിൻ്റെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞ് വന്നവൾ എന്തായാലും കോടതിയിലെത്തുകയില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ലക്ഷ്മി അമ്മയും പറയുകയാണ്, അങ്ങനെ തന്നെ വേണ്ടേ പ്രകാശേട്ടൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്രയൊക്കെ സഹിക്കുന്നുണ്ട്, എന്ത് കാത്തിരിക്കാനും ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ഞാൻ തയ്യാറാണ് എന്ന് പറയും കേട്ടോ. പ്രകാശം പറയുകയാണ്, ഈ ഒരു പിന്തുണ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുക കേട്ടോ. അത് കഴിയുമ്പോൾ രായപ്പണ്ണൻ ചോദിക്കുന്നുണ്ട്, പ്രകാശ അഡ്വാൻസ് ഇപ്പോൾ തന്നു, ബാക്കിയുള്ള കാശ് ഇനിയിപ്പോൾ കൊട്ടേഷൻ കഴിയുമ്പോൾ തരും, എല്ലാ കാശും കൂടെ നീ എനിക്ക് തിരിച്ച് തന്നേക്കണേടാ പ്രകാശ, അവസാനം എൻ്റെ ജീവിതം വഴിമുട്ടിച്ചേക്കരുതെന്ന് പറയും കേട്ടോ. ഇതേക്കും പ്രകാശ് രായപ്പണ്ണനെ ആശ്വസിപ്പിക്കുവാണ്, കോടികളല്ലേ വരാനിരിക്കുന്നേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ, കല്യാണം ഒന്ന് നടന്നോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും രായപ്പണ്ണനും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പ്രകാശൻ നേരെ വീട്ടിൽ ചെല്ലുമ്പോൾ കാർത്തിക അവിടെ ഇരിക്കുവാണ്. കാർത്തിയോട് പറയുകയാണ്, മോളെ ചെയ്ത് തീർക്കാനുള്ളതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം, ഒട്ടും വെച്ച് താമസിപ്പിക്കരുതെന്നാണ് എൻ്റെ ഒരു നയം. എന്തായാലും ആ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അവൾ എന്തായാലും ഇനി കോടതിയിൽ എത്തുകയില്ല, 80% ഉറപ്പാന്ന് പറയും കേട്ടോ. അപ്പോൾ കാർത്തിക തിരിച്ചു വയ്ക്കുന്നുണ്ട്, ബാക്കി 20% അങ്ങനെ വരാൻ സാധ്യതയില്ല, എന്തായാലും വരുകയില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പ്രകാശം പറയും കേട്ടോ. അപ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, അച്ഛൻ്റെ ഈ ഹൃദയവിശാലതയാണ് അച്ഛൻ്റെ ആദ്യ 2 ഭാര്യമാർക്കും കാണാൻ പറ്റാണ്ട് പോയത്,
എനിക്കും എൻ്റെ അമ്മയ്ക്കും എന്തായാലും അച്ഛനെ വേണം എന്നുള്ള രീതിയിൽ തന്നെ പറയും. അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട് കൊടുക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, എൻ്റെ മകനല്ലാതെ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് മനസ്സിലാക്കിയത് മോളാണ്. എന്തായാലും മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മോൾ ആഗ്രഹിച്ച പോലെ തന്നെ മോളുടെ അമ്മേനെ ഞാൻ വിവാഹം കഴിക്കും, ഞങ്ങൾ സന്തോഷമായിട്ട് തന്നെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് പോവുക കേട്ടോ. അങ്ങനെ പ്രകാശനെ നോക്കി നിൽക്കുന്ന കാർത്തികനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്